Please like and subscribe. മോതയുടെ ഒരു തല കിട്ടി 2 സ്പൂൺ കടുക് ഇടുക. അടിപൊളി നല്ല മണം വരുന്നുണ്ട്. മൺചട്ടി മസ്റ്റാണ് സാധനം നമ്മൾ ഇതിലേക്ക് ഇടും. വെട്ടി തിളക്കുന്നുണ്ട്, ഒരു വിധത്തെ വെന്തുണ്ട്. പൂളിലൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇതിൽ കാണുന്നുള്ള പോലെ തന്നെ കണ്ട ഒരു തല, മോതയുടെ ഒരു 1.5 കിലോ വലുപ്പമുള്ള ഒരു മോതയുടെ ഒരു തല കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു തലക്കറി എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കുക. തലക്കറിയും കപ്പിയും, ഈ മീൻകറി കപ്പിയും ഒരു കിടിലൻ കോമ്പിനേഷൻ അല്ലേ. അപ്പൊ ഈ തല വെച്ചിട്ട് തിന്നുന്നത് ഒരു നല്ല വലിയൊരു മോതയുടെ തലയാണ്. ഈ കറി വെക്കാൻ പറ്റിയ ഏറ്റവും നല്ല മീനുകൾ മോത, മറ്റേ ചൂര, അതുപോലെ നെയ്മീനൊക്കെയാണ്. ഇതിൽ മോത ഒരു കിടിലൻ മീനാണ് തലക്കറി വെക്കാൻ വേണ്ടിയിട്ട്. ഇത് ഞാനിപ്പോ നന്നാക്കിയിട്ടില്ല, ഇതിപ്പോ ജസ്റ്റ് ഒരു തല ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചെന്നുള്ളൂ. കറി വെക്കുന്ന സമയത്ത് നമുക്ക് അത് കഷ്ണങ്ങളാക്കിയിട്ട് വേണം വെക്കാൻ. ഇത് ജസ്റ്റ് ഒന്ന് കാണിക്കണമെന്ന് മാത്രം. അപ്പൊ ഇതെങ്ങനെയുണ്ട്? വളരെ സിമ്പിൾ ആണ്. വളരെ അധികം എന്താ പറയാ പരിപാടികളൊന്നുമില്ല. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അരപ്പുണ്ടാകും. ഒരു ചെറിയൊരു അരപ്പ്, സ്പെഷ്യൽ അരപ്പുണ്ടാക്കി. അതിന് വേണ്ടിയിട്ട് ഞാനൊരു തക്കാളി അരിഞ്ഞ് നമുക്ക് ഇടുന്നുണ്ട്. ഈ അരപ്പ് ആദ്യം നമുക്ക് കറക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ ഒരു തക്കാളി ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് രണ്ട് കാശ്മീരി മുളക് പൊടി, കുറച്ചധികം കാശ്മീരി ഇത് കുറവായിരിക്കും, എന്താ പറയുക, എരിവ് കുറവായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറച്ച് കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇതിന്റെ അളവൊക്കെ നിങ്ങൾ കാശ്മീരി മുളക് പൊടിയുടെ അത്ര വേണം. അതിനൊക്കെ വളരെ കുറച്ച് സാധാ മുളക് പൊടി, എരിവിന് വേണ്ടിയിട്ട്. കാശ്മീരിക്ക് എരിവ് കുറവായിരിക്കും, അപ്പൊ എരിവിന് വേണ്ടിയിട്ട് കുറച്ച് സാധാ നമ്മുടെ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കുറച്ച് മഞ്ഞൾ കൂടി ഇടുക, അതധികം വേണ്ട. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യുക. ഉപ്പ് പിന്നെ ആവശ്യത്തിന് നോക്കിയിട്ട് പിന്നെ ആഡ് ചെയ്യാം, ജസ്റ്റ് ഇതിൽ ആഡ് ചെയ്ത് മാത്രം. പിന്നെ ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ഒഴിക്കുക, അധികം വേണ്ട, കുറച്ച് വെള്ളം ഒഴിക്കുക. ഓക്കെ, നമുക്ക് നോക്കിയിട്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് അടിപൊളിയായിട്ട് മിക്സിയിൽ ഇട്ടിട്ട് അടിച്ചെടുക്കുക. അപ്പൊ നമുക്കിതൊന്ന് അടിപൊളിയായിട്ട് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് ഒരു പേസ്റ്റ് ആക്കി എടുക്കാം. ഇത് അടിച്ച് ഒരു പേസ്റ്റ് പോലെ, അടിപൊളി പേസ്റ്റ് പോലെ വന്നിട്ടുണ്ട്. നല്ല ചോന്ന കളറുണ്ട്. ഇതാണ് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട സാധനം കേട്ടോ. അപ്പൊ ഇത് നമ്മളിവിടെ ഉണ്ടാക്കിയിട്ട് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ബാക്കിയുള്ള കുറച്ച് സാധനങ്ങളും ഉണ്ടാക്കി എടുത്തതിന് ശേഷം കുക്കിങ്ങിലേക്ക് കയറാം. അപ്പൊ നമുക്ക് ഇനി കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക് ഇതൊന്ന് ചതച്ചെടുക്കും. അപ്പൊ ആദ്യം ഞാൻ കുറച്ച് ഇഞ്ചി കൂടുതൽ ഇട്ടിട്ടൊന്ന്, ഇഞ്ചിയുള്ള ചതയ്ക്കാൻ കുറച്ച് പാട് ആദ്യം. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഇഞ്ചി ഇട്ടിട്ടൊന്ന് ഇഞ്ചി ഒന്ന് നന്നായിട്ട് ചതച്ചെടുക്കുക. കുറച്ച് വെളുത്തുള്ളി, ബാക്കിയുള്ള വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്യുക. ഓക്കെ, വെളുത്തുള്ളി ആഡ് ചെയ്തിട്ട് ഇനി കുറച്ച് പച്ചമുളകും കൂടി ആഡ് ചെയ്യുക. എല്ലാം നല്ല മിക്സ് ചെയ്ത് ക്രഷ് ചെയ്തെടുത്ത് ഈ പരുവാക്കിയിട്ട് ഈ പരുവാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മൾ മുൻകൂട്ടി പ്രിപ്പയർ ചെയ്യാനുള്ള പരിപാടികൾ. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ചട്ടി വെച്ചിട്ട് അടുത്ത പരിപാടി നോക്കാം. ഇപ്പൊ നമ്മളിതാ ഗ്യാസ് ഓൺ ചെയ്ത് ചട്ടി വെച്ചിട്ടുണ്ട്. ബാംഗ്ലൂർ കാലാവസ്ഥ അങ്ങനെയായ കാരണം എണ്ണ ഫുള്ള് ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലാണ്. ഒരു കാര്യം, ഇതെപ്പോഴും നമ്മൾ നാടൻ വെളിച്ചെണ്ണയിൽ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പൊ വെളിച്ചെണ്ണ നല്ല അടിപൊളിയായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത പരിപാടി, കുറച്ച് കടുക് ഇടുക. അതൊക്കെ സ്ഥിരം പരിപാടികൾ തന്നെ. കുറച്ച് കടുക് ഇട്ടു, 2 സ്പൂൺ കടുക് ഇടുക. പിന്നെ മീൻകറി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കുക, കുറച്ച് ഉലുവ അടിപൊളിയാണ്. അപ്പോൾ കുറച്ച് ഉലുവയും കൂടി ഇടുക, അധികം വേണ്ട, കുറച്ച് ഉലുവയും കൂടി ഇടുക. അപ്പൊ അതൊന്ന് പൊട്ടി തീരുന്ന സമയത്ത് നമുക്ക് കുറച്ച് എന്ത് ചെയ്യാം, വേപ്പില ആഡ് ചെയ്യാം. വേപ്പില കുറച്ച് ആഡ് ചെയ്തുകൊണ്ട്, കുറച്ചധികം ആഡ് ചെയ്തുകൊണ്ട് ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് വേപ്പില ആഡ് ചെയ്യാം. ഓക്കെ, ഇതൊന്ന് പൊട്ടി വരുന്നത്. ഇനി നമുക്ക് ഇതെല്ലാം നല്ലതായിട്ടൊന്ന് പൊട്ടി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ച് വെച്ചത് ചേർക്കാം. ഈ സമയത്ത് ചേർക്കുമ്പോൾ തീ ഒന്ന് മീഡിയത്തിൽ വെക്കാൻ ശ്രമിക്കുക, ഫുള്ളിലിടരുത്. ആഡ് ചെയ്ത് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. അടിപൊളി നല്ല മണം വരുന്നുണ്ട് കേട്ടോ. നല്ല വെളുത്തുള്ളിയുടെ ഇഞ്ചിയിലൊക്കെ നല്ല കിടുക്കം മണം വരുന്നുണ്ട്. ഏകദേശം ഇതൊരു 2-3 മിനിറ്റ് വെളുത്തുള്ളി ഇതിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഞാൻ പറഞ്ഞു മറന്നിട്ടില്ലല്ലോ, മൺചട്ടി മസ്റ്റാണ് ട്ടാ. മൺചട്ടിയിൽ തന്നെ യൂസ് ചെയ്യുക, വെളിച്ചെണ്ണ മറക്കരുത്. പിന്നെ എല്ലാതും ഇഞ്ചിയും പച്ചമുളകും മറ്റേ വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞിടുക, ഗാർലിക് പേസ്റ്റ് യൂസ് ചെയ്യരുത്. നമുക്ക് അടുത്ത ഇൻഗ്രീഡിയന്റ് ആഡ് ചെയ്യാം. അടുത്ത ഇൻഗ്രീഡിയന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചെറുള്ളിയാണ്.
ചുവന്നുള്ളി ചുവന്നുള്ളി എന്നൊക്കെ പറയില്ലേ, ഞാനിവിടെ കുറച്ച് അധികം ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ചുവന്നുള്ളി അരിഞ്ഞുണ്ടാക്കാൻ കുറച്ച് പാടാണെന്ന് അറിയാം, എന്നാലും ചുവന്നുള്ളി തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ചുവന്നുള്ളി തൊലി കളയാൻ കുറച്ച് പണിയാണെന്ന് എല്ലാവർക്കും അറിയാലോ. വേണമെങ്കിൽ ഒരു ചൂടുവെള്ളത്തില് ചെറു ചൂടുവെള്ളം, അധികം ഭയങ്കര ചൂടല്ല, ചൂടുവെള്ളത്തില് ഈ ചുവന്നുള്ളി ഒരു 10 മിനിറ്റ് വരെ ഇട്ട് വെക്കുക. അത് ഇട്ട് വെച്ചിട്ടാണെങ്കിൽ കുറച്ച് വിനാഗിരി ചേർത്തോ. ഇട്ട് വെച്ചതിന് ശേഷം ഒന്ന് ഇതിനെ കൈ കൊണ്ട് ഞെരടി എടുത്തു കഴിഞ്ഞാൽ അതിന്റെ തോലൊക്കെ ഒരുവിധം പെട്ടെന്ന് പൊളിഞ്ഞ് കിട്ടും. പിന്നെ ഇത് കഷ്ണങ്ങളാക്കലല്ല, അത് ഇത്ര വലിയ കേസല്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കട്ടാ. തെറ്റുകയാണെങ്കിൽ ആരെങ്കിലും സക്സസ് ആവുകയാണെങ്കിൽ ഇതിന്റെ അടിയിലൊന്ന് കമന്റ് ചെയ്യുക. ചുവന്നുള്ളി ചെറിയ ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് കൈ കൊണ്ടാക്കി കഴിഞ്ഞാൽ എന്റെ തൊലി പോരുമെന്നുള്ളത് സിമ്പിൾ പരിപാടിയാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഉള്ളിയൊക്കെ നല്ല അടിപൊളിയായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ അവസാനത്തെ ഇൻഗ്രീഡിയന്റ് ഇടാം. ഓക്കെ, നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ആ സാധനം നമ്മൾ ഇതിലേക്ക് ഇടുന്നു. ഇത് ഇളക്കി ഇതൊഴിച്ചു, അരപ്പ് ഒഴിച്ചു. ഇനി വേണമെങ്കിൽ കുറച്ചും കൂടി നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പാകത്തിന് നോക്കി കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം. ഈ സമയത്ത് കുറച്ച് ഉപ്പും കൂടി ഇടണം കേട്ടോ. കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു. ഓക്കെ, വെള്ളം ഒഴിച്ച് അപ്പൊ നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇടുക. ഉപ്പ് നമ്മൾ അധികം ഇടണ്ട, നമുക്ക് നോക്കിയിട്ട് അവസാനം നോക്കിയിട്ട് ഉപ്പ് ഇടാം. ഉപ്പായ കാരണം കുറഞ്ഞ കുഴപ്പമില്ല, കൂടിയ പണിയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറച്ച് ഉപ്പ് ഇടുക. ഇനി നമുക്ക് കുറച്ച് എന്ത് ചെയ്യാം, കൊടംപുളിയും കൂടി ചേർക്കാം. ഓക്കെ, കൊടംപുളി മസ്റ്റാണ്. പുളി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, പുളി നല്ല പുളി വേണമെങ്കിൽ കുറച്ച് അധികം ചേർക്കുക, ഒരു മീഡിയം പുളി വേണമെങ്കിൽ അങ്ങനെ. ഞാനിപ്പോൾ ഒരു ചെറിയ 5-6 കഷ്ണം കൊടംപുളിയും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റുകളൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇതൊന്ന് തിളയ്ക്കണം, തിളച്ചിട്ട് വേവിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് മീൻ ആഡ് ചെയ്യാം. അത്രയുള്ള പരിപാടി ഏകദേശം എല്ലാ പരിപാടിയും കഴിഞ്ഞു. അപ്പൊ നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 8 തൊട്ട് 10 മിനിറ്റ് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. മീഡിയത്തിൽ ഇടാൻ ശ്രമിക്കുക, ഒരിക്കലും ഇത് ഹൈ ഫ്ലെയിമിൽ ഇടരുത്. ഇതാണ് തല, കണ്ട തലയുടെ സൈസ് കണ്ട. ഇതുപോലെ തന്നെ ഇടാൻ പറ്റില്ല. ഇതുപോലെ കറി വെക്കുന്നവരുണ്ട് ഷാപ്പിൽ. അതിന് വലിയ പാത്രം വേണം. നമുക്കിപ്പോൾ അത്ര സൈസ് ഇല്ലാത്ത ഇതൊക്കെ നന്നാക്കിയിട്ട് വേണം നമുക്കൊന്ന് ഇടാൻ. അപ്പൊ ഞാനിത് നന്നാക്കാൻ വേണ്ടിയിട്ട് ഇത് മേടിച്ച സ്ഥലത്ത് തന്നെ തൊട്ടപ്പുറം ഞങ്ങളുടെ വീടിന്റെ അടുത്തൊരു കടയുണ്ട്, ചാക്കപ്പൻ സ്റ്റോർ എന്നുണ്ട്, ബാംഗ്ലൂര്, ഇലക്ട്രോണിക് സിറ്റി. അപ്പൊ അവിടെ അയാൾ ചേട്ടൻ കൊണ്ടുപോയി തന്ന പുള്ളി നന്നാക്കി ചെറിയ കഷ്ണങ്ങളാക്കി തരും. ഞാൻ അവിടെ തന്നെ മേടിച്ചത്. ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഫുൾ സൈസിൽ എടുത്തു എന്ന് മാത്രം. അപ്പൊ ഞാൻ അവിടെ കൊണ്ടുപോയിട്ട് ഇത് മുറിച്ചിട്ട് കഷ്ണങ്ങളാക്കി വന്നിട്ട് നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം. നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞു. ഇനി ഈ കഷ്ണം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക, മൂടി വെക്കുക. അത്ര നമുക്ക് പരിപാടി. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പൊ തന്നെ കഴിക്കാൻ നിൽക്കരുത്. ഏകദേശം 2 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. എന്നാൽ ആ പുളി ഇതൊക്കെ ഇതിന്റെ മുകളിലേക്ക് ഇറങ്ങുള്ളൂ. അപ്പൊ 2 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം കഴിക്കുക. അപ്പൊ നമുക്ക് നൈസായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം. എങ്ങനെയുണ്ട് ഇതിന്റെ അവസ്ഥ എന്ന് നോക്കി നോക്കാം. കണ്ടോ, നല്ല രീതിയിൽ അടിപൊളിയായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിനി വേറെ ഒന്നും ചെയ്യാനില്ല. നമ്മുടെ ഈ മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇങ്ങനെ ഇറക്കി കൊടുക്കുക. മുക്കി എടുക്കുക, എല്ലാത്തിനെയും ഒന്ന് മുക്കി വെക്കാം. അല്ലാതെ മുങ്ങി വരാൻ എളുപ്പമല്ല, എന്നാലും നമുക്ക് പറ്റുന്ന പോലെ എല്ലാത്തിനും ഒന്ന് മുക്കി വെക്കാം. ഇനി ഇതൊരു 10-15 മിനിറ്റ് വരെ അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കാം. പരിപാടി കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്കൊരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് കഴിക്കാം. ഇതൊന്നൊരു ആദ്യം വരണ വരെ ഒരു ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ട് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം മീനെ. ഇപ്പൊ ഇത് ഫുൾ ഫ്ലെയിമിലാക്കിയിട്ട് ഈ തളയൊന്ന് വരട്ടെ. തള വന്നതിന് ശേഷം നമുക്കിത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് മൂടി വെച്ചിട്ട് വേവിക്കാം. അത് നല്ല രീതിയിൽ തള വന്നിട്ടുണ്ട്. അപ്പൊ ഞാനിത് മൂടി വെക്കാൻ പോവാണ്. മൂടി വെച്ചിട്ട് നമുക്കിത് ഒരു മീഡിയത്തിൽ ഇട്ടിട്ടുണ്ട് വെക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി. അപ്പൊ നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഞാൻ മീൻ ഏകദേശം ഒരു കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു മണിക്കൂർ നേരം വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിന് ശേഷം വീണ്ടും ഒന്ന് വെറുതെ ചൂടാക്കി ഒന്ന് കാണിക്കാൻ വേണ്ടി ചൂടാക്കിയെന്നുള്ളൂ. മീൻ ഏകദേശം ഒരു മണിക്കൂർ സെറ്റ് ആയിട്ട്. പക്ഷെ ഇത് ഇനി രാത്രി കഴിച്ചാലാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. അത് നമുക്കിപ്പോ തൽക്കാലത്തേക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി നോക്കാം. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു മീനിന്റെ പരിപാടി. സിമ്മിലൊന്ന് വെച്ച് വെക്കുക, എന്നിട്ട് നോക്കി നോക്കാം. നല്ല ചൂട്. ഗ്യാസ് ഓഫ് ചെയ്തു. മീൻ ഇത് അങ്ങനെ വെട്ടി തിളക്കുന്നുണ്ട്. ഒരു വിധത്തെ വെന്തുണ്ട്. നല്ല ചോന്ന കളറ് മറക്കണ്ട, കാശ്മീരി ചില്ലി ആയ കാരണമാണ്. ഓക്കെ, ഇനി നമുക്ക് ഫുഡ് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കി. ഇതിന് വേണ്ടി കുറച്ച് കപ്പ ഉണ്ടാക്കി, അതൊന്നും കാണിച്ചില്ല. കുറച്ച് കപ്പ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ കുറച്ച് കപ്പ കൂട്ടിയിട്ട് ഇതൊന്ന് ചോറും ചിക്കനൊക്കെ കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം. നമ്മൾ കുറച്ച് ചോറ് നമുക്കെല്ലാം ഒന്ന് കാണിക്കേണ്ട കാര്യമില്ല, കുറച്ച് ചോറ് എടുക്കണുള്ളൂ. കാരണം ഇവിടെ കുറച്ച് കപ്പ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറച്ച് കപ്പ എടുക്കാം. കപ്പ നല്ല കുറച്ച് തേങ്ങയും കുരുമുളക് ഇതൊക്കെ ഇട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് കപ്പ
ഓക്കെ, ചോറും. ഇനി അതിൻ്റെ പുറത്തേക്ക് നമ്മുടെ മീൻ. ആഹാ, നല്ലൊരു വലിയ കഷ്ണം തന്നെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഗ്രേവി. ഇനി കുറച്ച് ചിക്കൻ കറി എടുക്കുക. ചിക്കൻ ഞാൻ ഇതൊക്കെ കാണിക്കേണ്ട കാര്യമില്ല എന്നറിയാം. ഓക്കെ, അപ്പം നമ്മൾ നമ്മുടെ ടേസ്റ്റ് നോക്കൽ കർമ്മത്തിലേക്ക് കടന്നിരിക്കുകയാണ്. മീനിൻ്റെ ഒരു കഷ്ണം കഴിച്ചോട്ടെ. മീനൊക്കെ ഇങ്ങനെ വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. ആഹാ, മീൻ കിടുക്കനായിട്ട് വന്നിട്ടുണ്ട്. അടിപൊളി, ഒന്നും പറയാല. ഇനി നമ്മുടെ സാധാ ചിക്കൻ, പ്രത്യേകിച്ച് ഇതൊന്നുമില്ല, എന്നാലും വെറുതെ ഞായറാഴ്ച സ്പെഷ്യൽ ചിക്കനും ചോറും ഒന്ന് കഴിച്ചു നോക്കിയോളാം. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കപ്പയും വെക്കാം. എന്നിട്ട് കുറച്ച് മീനും പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വെക്കാം. എന്നിട്ടൊരു ഉരുള അങ്ങനെ എടുത്ത് അടിപൊളി. അപ്പോൾ നിങ്ങളിതുപോലെ തലക്കറിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളാണ്, ഒരു പണിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനും മടിയുള്ളവരാണെങ്കിൽ താല്പര്യം യൂട്യൂബിൽ ഒന്ന് ലൈക്ക് അടിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ച് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.